ഹായ് കൂട്ടുകാരെ, കൊച്ചൂസ് ഫാമിലിയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു ബീറ്റ്റൂട്ടിൻ്റെ ചീരയുടെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്, ഗുണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് ഉള്ളൊരു സാധനമാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് മുളപ്പിച്ചിട്ട് ചീരയായിട്ട് അത് മേടിക്കാൻ ഇങ്ങനെ കിട്ടുന്നതാണ്, മാർക്കറ്റിൽ കിട്ടും ഇത്. അപ്പോൾ അത് അരിഞ്ഞെടുക്കാം. നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. പാൻ വെച്ച് പാനിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുകിടാം. കടുകിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഗ്യാസ് ഇപ്പോൾ കുറച്ചൊന്നും വെച്ചിരിക്കുന്നത്. ഗ്യാസ് ഇച്ചിരി ഫാസ്റ്റായിട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇത് വഴറ്റി എടുക്കാം. ഇത് വഴറ്റി എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട്, ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു നുള്ള് ചുമന്ന മുളക് പൊടി കൂടി നമ്മൾ ചേർത്ത്, അപ്പോൾ അതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ അകത്തോട്ട് നമ്മൾ ചീര ചേർക്കും. ചീര ചേർത്തിട്ടാണ്, പിന്നെ ചീര പൊത്തി വെക്കുമെന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ ചീര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇത് എല്ലാം കൂടെ ഒന്ന് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീര ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ തണ്ടും ഇലയെല്ലാം കൂടെ, ആദ്യം തണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, അതിന് ശേഷമാണ് നമ്മൾ ഇല ഇട്ട് കൊടുക്കുന്നത്. തണ്ടൊന്ന് പതിയെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇല കൂടി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇങ്ങനെ പൊത്തി വെക്കും. ഇല ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ആയിട്ട് മിക്സ് ആക്കണ്ട. അതിനൊന്ന് ചൂട് കയറ്റി ഒന്ന് ആവി കയറ്റിയപ്പോൾ ഇലയുടെ അകത്തൊരു ജലാംശം ഉണ്ടല്ലോ, ഒരു വെള്ളമുണ്ട്. അപ്പോൾ അതുകൂടി അങ്ങ് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ തണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൽ വെള്ളം ഒഴിക്കേണ്ടതെന്ന് ഒരു ആവശ്യമില്ല. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഇല പുറമേ ഇങ്ങനെ പൊത്തി വെക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ മിക്സ് ആക്കണ്ട, അങ്ങനെ തന്നെ ആവിയിലിരുന്നതൊന്ന് വേകട്ടെ. ആവിയിൽ വേകുമ്പോൾ അതിൻ്റെ വെള്ളം താഴോട്ട് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ വെള്ളവും പറ്റി കിട്ടും, അടിയിലിരിക്കുന്ന അതിൻ്റെ തണ്ടും നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇടാനുള്ള തേങ്ങ കൂടി അങ്ങോട്ട് ആവിയിലോട്ട് വെച്ച് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതിനെ മിക്സാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരൻ, ഉച്ചക്കത്തേക്കുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണം, കമൻസ് ഇടണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.